ഇന്ന് ഈ കത്തിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ വാട്ടർ മെലനെ കട്ട് ചെയ്തിട്ട് ഒരു ഫ്രോസൺ ഫ്രൂട്ട് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ചെയ്തു, അപ്പം എനിക്കും ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പം ഇത് വെട്ടി മുറിക്കാം. അയ്യോ ദൈവമേ, ഡാർക്ക്. ഈ ലോകത്തുള്ള മിക്ക ആൾക്കാരും ഈ ഫ്രോസൺ ഫ്രൂട്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഐസ്ക്രീം. പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി, അല്ലെങ്കിൽ ട്രെൻഡിനൊപ്പം പോകാൻ എനിക്കറിയില്ല. അപ്പോൾ ഇത് ചെയ്യാൻ നല്ല എക്സൈറ്റഡ് ആണ്. കാരണം ഇത് എന്താകും, ഐസ്ക്രീം പോലെ പറ്റുമോ, എല്ലാവരും പറയുന്നുണ്ട്. ഭയങ്കര തണുപ്പാണ്, അപ്പോൾ അത് പിടിച്ചുകൊണ്ട് നമുക്കത് ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താവും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. പക്ഷേ വാട്ടർ മെലനെക്കാട്ടിലും കൂടുതൽ ഞാൻ മാങ്ങയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം മാങ്ങ നമുക്ക് ഓൾറെഡി ടേസ്റ്റ് വൈസും ഇഷ്ടമാണ്, പിന്നെ കുറച്ച് എളുപ്പമാണല്ലോ അത് സ്ക്രബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും. നോക്കാം. ഇപ്പം മാങ്ങയുടെ നടുക്കുവശം മാറ്റിയിട്ടുണ്ട്. മാങ്ങയും പഴുത്ത മാങ്ങയും നല്ല തണ്ണിമത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ 24 hours വെക്കാം. അങ്ങനെ മാങ്ങയും തണ്ണിമത്തങ്ങയും പൊതിയാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ നോക്കി ഒരു കവർ കിട്ടിയില്ല. ഒടുവിൽ ഷെമിക്കൂട് വലിച്ച് കീറി ഒരു കവർ നമ്മൾ തന്നെ ഉണ്ടാക്കി. മാങ്ങയും തണ്ണിമത്തങ്ങയും നന്നായിട്ട് റാപ്പ് ചെയ്ത് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി 24 മണിക്കൂർ കഴിഞ്ഞ് കാണാം. ഞാൻ കാത്തിരുന്ന നിമിഷം എത്തിയിട്ടുണ്ട്. നല്ല തണുത്ത ഐസ് പോലിരിക്കുന്ന തണ്ണിമത്തങ്ങയാണ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത്. മാങ്ങ ഒരു ഓക്കെ ഫീൽ ചെയ്യുള്ളൂ, അത്ര തണുത്തിട്ടില്ല. തണുത്ത് മീൻസ് ഐസ് ആയിട്ടില്ല. പക്ഷേ തണ്ണിമത്തങ്ങ ഐസ് കല്ല് പോലെയാണ് ഇരിക്കുന്നത്. തൊടാൻ പോലും പറ്റുന്നില്ല. എനിക്കിത് പിടിക്കാൻ നോക്കിയിട്ട് അതുപോലും പറ്റുന്നില്ല. പിന്നെ നല്ല ഇരിക്കുന്ന ടൈപ്പ് തണ്ണിമത്തങ്ങ ആയതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു കുറച്ചും കൂടെ. നന്നായിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ട് സ്ക്രബ് ചെയ്താൽ മാത്രമേ അതിനകത്തൊന്ന് വരത്തുള്ളൂ. പക്ഷെ ഇതാ അതിൻ്റെ വാട്ടർ മെലൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ടെന്ന് കഴിച്ച് നോക്കാം. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ ആദ്യം ഇങ്ങനെ എനിക്കിത് മനസ്സിലാവുന്നില്ല എന്ത് ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അടിപൊളി ടേസ്റ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ മാങ്ങ ഭയങ്കര എളുപ്പമായിരുന്നു. കുറച്ച് തണുപ്പ് കുറവായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തണ്ണിമത്തങ്ങയുടെ മേളിൽ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പൾപ്പൊക്കെ. പിന്നെ പാലിൻ്റെ കൂടെ മിക്സ് ആയപ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റ്. ഞാൻ ഈ പാലിൻ്റെ കൂടെ കുറച്ച് ഹണിയാണ് ചേർത്തിട്ടുള്ളത്. ഹണിയും പാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഇതിലൊഴിക്കുന്നത്. മാങ്ങ ആസ് യൂഷ്വൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. മാങ്ങയുടെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാവരും തണ്ണിമത്തങ്ങ കൊള്ളില്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ എനിക്ക് തണ്ണിമത്തങ്ങ ഇഷ്ടപ്പെട്ടു. തണ്ണിമത്തങ്ങയും മാങ്ങയും അടിപൊളിയാണ്. ഈ ഫ്രോസൺ ഫ്രൂട്ട് ഐസ്ക്രീം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം. സൂപ്പറാണ്.